ആലപ്പുഴയിലെ ആ പഴയ തറവാട് വീട് കല്യാണ ലഹരിയിലായിരുന്നു. ഇലക്ട്രിക് ബൾബുകളുടെ പ്രകാശത്തിൽ വീടും പരിസരവും വെട്ടിത്തിളങ്ങുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ബഹളം. ഉമ്മറത്ത് തന്നെ തിരക്കുകൾ നിയന്ത്രിക്കാൻ ഓടി നടക്കുകയാണ് ഋഷി. ഇടയ്ക്കിടെ അവൻ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. സമയം വൈകുന്നു. പക്ഷെ വരനും കൂട്ടനും എത്തിയിട്ടില്ല. അകത്തെ മുറിയിൽ കനത്ത പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് തന്മയിരിക്കുകയായിരുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾക്ക് സ്വന്തം മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്തിനോ വേണ്ടിയുള്ള ഒരു ഭയം ഉള്ളിൽ വിങ്ങുന്നു. പെട്ടെന്ന് ഉമ്മറത്ത് വലിയൊരു ശബ്ദകോലാഹലം കേട്ടു. തന്മയുടെ നെഞ്ചിടിപ്പ് കൂടി. ഋഷിയുടെ ഉച്ചത്തിലുള്ള സംസാരവും കരച്ചിലും മുറിയിലേക്ക് ഇരച്ചു കയറി. എന്താ എന്താ നീ പറയുന്നത്? ഋഷിയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വരൻ നിതിൻ കല്യാണത്തിന് തൊട്ടു മുൻപ് തൻ്റെ കാമുകിയോടൊപ്പം നാട് വിട്ടിരിക്കുന്നു. ഒരു കത്ത് മാത്രം ബാക്കി വെച്ച് അവൻ പോയി. തന്മയുടെ അച്ഛൻ തളർന്ന് സോഫയിലേക്ക് ഇരുന്നു. അമ്മയുടെ നിലവിളി വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു. തന്മയെ മരവിച്ചു പോയി. അവളുടെ ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി. ബന്ധുക്കളുടെ ഇടയിൽ പിറുപിറുപ്പുകൾ തുടങ്ങി. ഇനി ഈ കുട്ടിയുടെ ജീവിതം എന്താകും? ആദർശത്തിന്റെ കുടുംബത്തിന് ഇത്ര വലിയൊരു അപമാനമാണല്ലോ. പന്തൽ ഒരു മൂലയിൽ എല്ലാം കേട്ടുകൊണ്ട് കണ്ടും കേട്ടും സ്തബ്ധനായിരിക്കുകയായിരുന്നു ദേവ്. ഋഷിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണവൻ. തൻ്റെ ചങ്ങാതിയുടെ കുടുംബം തകരുന്നത് അവന് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഋഷി ഓടി വന്ന് ദേവിൻ്റെ കൈകളിൽ പിടിച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ദേവ്, നീ കാണുന്നില്ലേ ഇത്? എൻ്റെ അനിയത്തി. അവളിനി എങ്ങനെ തല ഉയർത്തി ജീവിക്കും? ആ നാറി ഞങ്ങളെ ചതിച്ചു. ദേവ്, നീയെങ്കിലും എന്നെ സഹായിക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ മാനം കാക്കണം. ദേവ് ഞെട്ടിപ്പോയി. ഋഷി, നീ എന്താ ഈ പറയുന്നത്? എനിക്കറിയാം ദേവ്, ഇത് നിന്നോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ മറ്റൊരു വഴിയുമില്ല. നിനക്ക് തന്മയെ അറിയാമല്ലോ. അവൾ പാവമാണ്. നിനക്ക് അവളെ പൊന്നുപോലെ നോക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. ദേവ് തന്മയുടെ മുറിയിലേക്ക് നോക്കി. വാതിലിനരകിൽ തളർന്നു നിൽക്കുന്നവളെ അവൻ കണ്ടു. അവളുടെ കണ്ണുകളിൽ ശൂന്യതയായിരുന്നു. ഒരു നിമിഷം ദേവ് ആലോചിച്ചു. താൻ സ്വപ്നം കണ്ടിരുന്നത് ഇങ്ങനെയൊരു വിവാഹമായിരുന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ താൻ പിന്മാറിയാൽ ആ പെൺകുട്ടിയുടെ ജീവിതം എന്നേക്കുമായി ഇരുളടയും. ശരി ഋഷി, ദേവ് പതുക്കെ പറഞ്ഞു. പന്തൽ ഗുണദോഷം പറഞ്ഞിരുന്നവർക്കിടയിലൂടെ ദേവ് നടന്നു. തന്മയുടെ അച്ഛൻ്റെ കൈകൾ പിടിച്ചു. പിന്നെ ആരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ മുഹൂർത്തത്തിന് മിനിറ്റുകൾ ബാക്കി നിൽക്കെ അവൻ മണ്ഡപത്തിലേക്ക് കയറി. തന്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മണ്ഡപത്തിലിരുത്തി. അവളൊരു യന്ത്രത്തെ പോലെ എല്ലാം അനുസരിച്ചു. ദേവ് മാല കയ്യിലെടുത്തു. അവളുടെ കഴുത്തിൽ അത് ചാർത്തുമ്പോൾ അവൻ്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അഗ്നിക്ക് സാക്ഷിയായി അവൻ അവളെ സ്വന്തമാക്കി. പക്ഷെ താലി കെട്ടുമ്പോഴും തന്മയ ദേവിൻ്റെ മുഖത്ത് നോക്കിയില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ആ മാലയിൽ വീണു. ആ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ആശ്വസിച്ചു കാണും. പക്ഷേ ദേവിനും തന്മയ്ക്കുമിടയിൽ വലിയൊരു മൗനത്തിൻ്റെ മതിൽ അന്നേരം തന്നെ ഉയർന്നു കഴിഞ്ഞിരുന്നു. പുറത്തപ്പോൾ ഒരു വലിയ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ആ മഴത്തുള്ളികൾ വിവാഹ പന്തലിൻ്റെ മേൽക്കൂരയിൽ വീണ് വലിയ ശബ്ദമുണ്ടാക്കി. ആ ശബ്ദത്തിനിടയിൽ ആരും ആരുടെയും ഹൃദയമെടുപ്പ് കേട്ടില്ല. വിവാഹത്തിന് ശേഷമുള്ള യാത്ര നിശബ്ദമായിരുന്നു. കാറിന് പുറത്ത് മഴ തോരാതെ പെയ്യുന്നുണ്ട്. ദേവ് ഡ്രൈവ് ചെയ്യുമ്പോഴും ഇടയ്ക്കിടെ സൈഡ് മിററിലൂടെ തന്മയെ നോക്കി. അവൾ സീറ്റിലേക്ക് ഒട്ടിക്കിടന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. മാലയും സാരിയും ആഭരണങ്ങളും അവൾക്കിപ്പോൾ ഭാരമായി ഇരിക്കുന്നു. ദേവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. വീട് നിശബ്ദമാണ്. അവൻ്റെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരിച്ചിരുന്നു. കൂട്ടിനുള്ളിൽ ഉള്ളത് പഴയൊരു കാര്യസ്ഥൻ വല്യമ്മച്ചിയും ഒരു സഹായിയും മാത്രം. ഇറങ്ങിക്കോളൂ. കാറ് നിർത്തിക്കൊണ്ട് ദേവ് മൃദുവായി പറഞ്ഞു. തന്മയെ മടിച്ചു കാറിൽ നിന്നും ഇറങ്ങി. പുതുമണ്ണിൻ്റെ മണവും മഴയുടെ തണുപ്പും ആ വീടിനെ പൊതിഞ്ഞു നിൽക്കുന്നു. വലിയമ്മച്ചി നിലവിളക്കുമായി ഉമ്മറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ തന്മയെ അകത്തേക്ക് സ്വീകരിച്ചു. പക്ഷേ ആ ചടങ്ങുകളിലൊന്നും തന്മയുടെ മനസ്സുണ്ടായിരുന്നില്ല. ദേവ് അവളെ മുകളിലത്തെ നിലയിലുള്ള തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. മനോഹരമായി ക്രമീകരിച്ചൊരു വലിയ മുറി. ഇതാണ് നിന്റെ മുറി. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്. സാരി മാറി ഡ്രസ് ചേഞ്ച് ചെയ്യ്. ഞാൻ താഴെ കാണും. ദേവ് വാതിലടച്ച് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. ദേവ്, തന്മയുടെ ശബ്ദം ആദ്യമായി ആ മുറിയിൽ മുഴുങ്ങി. ദേവ് തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ ഭയവും സംശയവും കലർന്നിരുന്നു. എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത്? എൻ്റെ ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ? അതോ എന്നോട് തോന്നിയിട്ടുള്ള സഹതാപം കൊണ്ടോ? അവൾ ചോദിച്ചു. ദേവ് കുറച്ചു നേരം അവളെ നോക്കി നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. സഹതാപം കൊണ്ടൊരാളുടെ ജീവിതം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല തന്മയ. പക്ഷെ നിന്നെ ആ പന്തലിൽ തനിച്ചാക്കി വരാനും എനിക്ക് കഴിഞ്ഞില്ല. ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല. നിനക്ക് വിശ്രമം വേണം. ഗുഡ് നൈറ്റ്. വാതിലടഞ്ഞു. തന്മയെ തളർന്ന് കട്ടിലിലേക്കിരുന്നു. താൻ സ്നേഹിക്കാനോ സ്വപ്നം കാണാനോ ആഗ്രഹിച്ച പുരുഷനല്ല ഇത്. പക്ഷെ ഇപ്പോൾ അയാൾ തൻ്റെ ഭർത്താവാണ്. ആ മുറിയിലെ ഓരോ സാധനവും അവളോട് സംസാരിക്കുന്ന പോലെ അവൾക്ക് തോന്നി.
പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ ദേവ് മുറിയിലില്ലായിരുന്നു. തന്മയ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് നനഞ്ഞ പുല്ലിലൂടെ നടക്കുകയാണ് ദേവ്. അവന് നടപ്പിലും ഭാവത്തിലും ഒരുതരം ശാന്തതയുണ്ട്. തന്മയ താഴേക്ക് ചെന്നു. അടുക്കളയിൽ സഹായിയെ സഹായിക്കാൻ അവൾക്ക് ശ്രമിച്ചുവെങ്കിലും വല്യമ്മച്ചി അവളെ തടഞ്ഞു. നീ ഇന്ന് വിശ്രമിക്കുമോളെ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അന്ന് മുഴുവൻ അവർ തമ്മിൽ സംസാരിച്ചില്ല. ഒരേ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അവർക്കിടയിൽ ഒരു വലിയ മൗനം തളം കെട്ടി നിന്നു. വൈകുന്നേരം ദേവ് ഓഫീസിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ തന്മയ ഹാളിലിരുന്നു. ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. തന്മയ, നാളെ നിന്റെ വീട്ടിൽ പോകണം. നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് വരാം. എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ മടിയാണ് ദേവ്. നാട്ടുകാരുടെ ചോദ്യങ്ങൾ അവൾ പാതിയിൽ നിർത്തി. നിന്റെ കൂടെ ഞാനുണ്ടല്ലോ, ആരും ഒന്നും ചോദിക്കില്ല, ദേവ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആ വാക്കുകളിൽ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. തൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെന്ന് തോന്നൽ. പക്ഷേ രാത്രിയിൽ മുറിയിലെ ലൈറ്റുകൾ അണയുമ്പോൾ തങ്ങൾ തമ്മിലുള്ള കിലോമീറ്ററുകൾ നീളുന്ന അകൽച്ച അവളെ വീണ്ടും ഭയപ്പെടുത്തി. ദേവ് സോഫയിൽ കിടന്നുറങ്ങാൻ തയ്യാറെടുത്തത് കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. നിങ്ങൾക്ക് കട്ടിൽ കിടക്കാൻ ദേവ്, ഞാനവിടെ. അവൾ സോഫയിലേക്ക് വിരൽ ചൂണ്ടി. വേണ്ട തന്മയ, നിനക്ക് നിന്റെ സ്പേസ് വേണം. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ സമാധാനമായി ഉറങ്ങിക്കോളൂ. തന്മയ കണ്ണുകൾ അടച്ചു. ഇരുട്ടിൽ അവൾ കേട്ടത് ദേവിന്റെ ശാന്തമായ ശ്വാസോച്ഛ്വാസം മാത്രമാണ്. പുറത്തു മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ മഴയുടെ സംഗീതത്തിനിടയിൽ അവൾ അറിയുകയായിരുന്നു, ഈ വീടിനി അവളുടെ അഭയമാണ്. പക്ഷേ ഈ മനുഷ്യൻ ഇനിയും അവൾക്ക് ഒരു അപരിചിതനാണ്. പിറ്റേന്ന് രാവിലെ തന്മയുടെ വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം കാറിനുള്ളിൽ കനീഭവിച്ച മൗനമായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ ഉണ്ടാകേണ്ട ആവേശം അവൾക്കില്ല. പകരം നാട്ടുകാരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങളെയും ചോദ്യങ്ങളെയും നേരിടാനുള്ള ഭയമായിരുന്നു ഉള്ളിൽ. തറവാടിന്റെ പടിക്കൽ കാറ് വന്ന് നിന്നപ്പോൾ ഋഷി ഓടി വന്നു. തന്മയെ കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ദേവനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഋഷിയുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. നന്ദി ദേവ്, നീ കാണിച്ച വലിയ മനസ്സിന്. വീടിനുള്ളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആ പഴയ ആഘോഷത്തിന്റെ അലയൊലികൾ ബാക്കിയുണ്ടായിരുന്നെങ്കിലും അന്തരീക്ഷം മൂകമായിരുന്നു. തന്മയ തൻ്റെ പഴയ തറവാട് മുറിയിലേക്ക് കയറി. അവിടെയുള്ള ഓരോ വസ്തുവും അവളുടെ പഴയ സ്വപ്നങ്ങളെ ഓർമ്മിപ്പിച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അലമാരയുടെ മുകളിലിരുന്ന ചെറിയ പെട്ടിയിൽ ഉടക്കി. അതിലവൾ പണ്ട് കുറിച്ചു വെച്ചിരുന്ന കവിതകളും ചില ഓർമ്മ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. താഴെ ഹാളിൽ ദേവ് എല്ലാവരോടും സാധാരണ പോലെ സംസാരിക്കുന്നത് അവൾ മുകളിലിരുന്ന് കേട്ടു. ആരോ ഒരാൾ ചോദിച്ചു, കല്യാണം ഇങ്ങനെയായി പോയല്ലോ ദേവേ, നിനക്കിതിൽ വിഷമമുണ്ടോ? ദേവിൻ്റെ മറുപടി വ്യക്തമായിരുന്നു. വിവാഹം എങ്ങനെ നടന്നു എന്നതിലല്ല, ഇനി എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. എനിക്കൊരു വിഷമവുമില്ല. തിരികെ വരാൻ നേരം ഋഷി തന്മയെ മാറ്റി നിർത്തി പറഞ്ഞു, മോളെ, ദേവ് നിനക്ക് ദൈവത്തെ പോലെയാണ്. അവൻ സ്വർണ്ണമാണ്. നിനക്കവനെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും. പക്ഷെ അവൻ നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. തിരിച്ചുള്ള യാത്രയിൽ തന്മയുടെ കയ്യിൽ ആ പഴയ പെട്ടിയുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ദേവ് ചോദിച്ചു, അതെന്താണ്? നിന്റെ നിധിശേഖരമാണോ? ആദ്യമായാണ് ദേവ് അവളോട് തമാശ രൂപേണ സംസാരിക്കുന്നത്. തന്മയെ പതുക്കെ ചിരിക്കാൻ ശ്രമിച്ചു. ചില പഴയ ഓർമ്മകളാണ്. അന്ന് രാത്രി ദേവ് തൻ്റെ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. തന്മയ പെട്ടി തുറന്ന് അതിലെ ഓരോന്നായി നോക്കി. അതിനിടയിൽ ഒരു പഴയ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഫോട്ടോ താഴെ വീണു. ദേവ് അത് കുനിഞ്ഞെടുത്തു. നീ നൃത്തം ചെയ്യുമായിരുന്നോ? ദേവ് അത്ഭുതത്തോടെ ചോദിച്ചു. ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പണ്ട്. അവൾ തല താഴ്ത്തി. നൃത്തം ചെയ്യുന്നത് എന്തിനാ നിർത്തിയത്? നിന്റെ ഈ ഫോട്ടോയിൽ ഒരു വലിയ ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം ഇപ്പോഴത്തെ നിന്റെ മുഖത്തില്ല. ദേവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. തന്മയെ മറുപടി നൽകിയില്ല. പക്ഷേ ദേവ് വിട്ടില്ല. നാളെ മുതൽ നീ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങണം. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ വലിയൊരു ഹോൾ വെറുതെ കിടക്കുകയാണ്. നമുക്കത് നിന്റെ ഡാൻസ് റൂം ആക്കാം. തന്മയെ ഞെട്ടിപ്പോയി. തന്നെ സന്തോഷിപ്പിക്കാൻ ഇത്രയധികം കരുതൽ കാണിക്കുന്ന ഈ മനുഷ്യനെ അവൾ വിസ്മയത്തോടെ നോക്കി. പക്ഷേ ദേവ്, എനിക്കിപ്പോൾ അതിനൊന്നും തോന്നുന്നില്ല. തോന്നൽ ഉണ്ടാക്കിയെടുക്കണം തന്മയ. ഒരാൾ നമ്മളെ ചതിച്ചു എന്നതിനർത്ഥം നമ്മുടെ കഴിവുകളും ആഗ്രഹങ്ങളും അവിടെ അവസാനിപ്പിക്കണമെന്നല്ല. നാളെ നമുക്ക് പോയി ചില സാധനങ്ങൾ വാങ്ങാനുണ്ട്. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്മയുടെ മനസ്സിൽ ദേവിൻ്റെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. ആദ്യമായാണ് അവൾക്ക് അവനോട് സ്നേഹവും ബഹുമാനവും തോന്നി തുടങ്ങി. താൻ കണ്ടിരുന്ന ആ ശൂന്യതയിൽ ഒരു ചെറിയ വെളിച്ചം വീഴുന്നത് പോലെ. അർദ്ധരാത്രിയിൽ മഴ പെയ്തു തുടങ്ങിയപ്പോൾ തണുപ്പടിച്ച് തന്മയെ അറിയാതെ ഒന്ന് വിറച്ചു. ദേവ് എഴുന്നേറ്റൊന്ന് വന്ന് ജനാലകൾ അടച്ചു. അവളുടെ മേൽ പുതപ്പ് വലിച്ചിടുമ്പോൾ അവൻ അറിയാതെ അവളുടെ നെറ്റിയിൽ തലോടി. തന്മയെ ഉറക്കം നടിച്ചു കിടന്നെങ്കിലും അവളുടെ ഉള്ളം വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു. ആ സ്പർശനത്തിൽ ഭയമല്ല, മറിച്ചൊരു വല്ലാത്ത സുരക്ഷിതത്വമാണ് അവൾ അനുഭവപ്പെട്ടത്. പിറ്റേന്ന് രാവിലെ ദേവ് തന്മയും കൂട്ടി ടൗണിലേക്ക് പോയി. എങ്ങോട്ടാണെന്ന് അവൾ ചോദിച്ചെങ്കിലും ഒരു ചിരിയായിരുന്നു അവൻ്റെ മറുപടി. കാർ വന്ന് നിന്നത് നഗരത്തിലെ ഏറ്റവും വലിയ മ്യൂസിക് സ്റ്റോറിന് മുന്നിലായിരുന്നു. നമുക്കിവിടെ എന്ത് കാര്യമാണ് ദേവ്? തന്മയെ സംശയത്തോടെ ചോദിച്ചു. ഉണ്ട്, വായു. അവൻ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ജോഡി ചിലങ്കകളും നല്ലൊരു മ്യൂസിക് സിസ്റ്റവുമാണ് ദേവ് അവൾക്കായി വാങ്ങിയത്. ആ ചിലങ്കകൾ കയ്യിലെടുക്കുമ്പോൾ തന്മയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി താൻ ഉപേക്ഷിച്ച ശബ്ദം വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. വീട്ടിലെത്തിയ ഉടനെ ദേവ് അവളെ മുകളിലത്തെ ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ നേരത്തെ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. തറയെല്ലാം വൃത്തിയാക്കി.
ഒരു വശത്ത് വലിയൊരു കണ്ണാടി പിടിപ്പിച്ചിരിക്കുന്നു. ഇനി മുതൽ ഇത് നിന്റെ ലോകമാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. നിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളിലും നൃത്തത്തിലൂടെയും പുറത്തുവിടാം. ദേവ് പറഞ്ഞു. തന്മയൊന്നും മിണ്ടിയില്ല. അവളുമേലെ ആ ചിലങ്ക തറയിൽ വെച്ച് വന്നിച്ചു. ആദ്യത്തെ ചുവട് വെക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സങ്കടമായിരുന്നില്ല, മറിച്ച് ഒരുതരം വിടുതലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. നൃത്തം തന്മയെ പാടെ മാറ്റിമറിച്ചു. അവളുടെ മുഖത്തെ മ്ലാനത മാറി. അവിടെ ഒരു പുതിയ തിളക്കം വന്നു. വൈകുന്നേരങ്ങളിൽ ദേവ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ മുകളിൽ നിന്നും കേൾക്കുന്ന ചിലങ്കയുടെ നാദം അവന് വലിയൊരു ആശ്വാസമായി. ഒരു ദിവസം നൃത്തം കഴിഞ്ഞ് തളർന്ന് താഴേക്ക് വന്ന തന്മയെ കണ്ടത് കിച്ചണിൽ വലിയമ്മച്ചയെ സഹായിക്കുന്ന ദേവിനെയാണ്. പാചകത്തിൽ അവൻ അത്ര വശമല്ലെങ്കിലും ആ താല്പര്യം അവളെ ചിരിപ്പിച്ചു. ദേവ്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ പോയി ഫ്രഷ് ആയിക്കോളൂ, അവൾ ആദ്യമായി അധികാരത്തോടെ അവനോട് പറഞ്ഞു. ദേവ് ഒന്ന് ഞെട്ടി, പിന്നെ ചിരിച്ചു. ഓ, അപ്പോൾ എൻ്റെ സഹായം വേണ്ടല്ലോ. ശരി ടീച്ചറെ, ഞാൻ പോയേക്കാം. ആ വിളി അവളിൽ വലിയൊരു ചലനമുണ്ടാക്കി. അന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം അവരൊരുമിച്ച് ഉമ്മറത്തിരുന്നു. ആകാശം തെളിഞ്ഞു നിൽക്കുന്നു. ദേവ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. തന്മയെ പതുക്കെ പറഞ്ഞു. ചോദിക്കൂ. എന്നെ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ? എൻ്റെ ഏട്ടനോടുള്ള കടപ്പാട് തീർക്കാൻ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ ബലി കൊടുത്തതാണോ? ദേവ് ഒന്ന് ദീർഘശ്വാസം വിട്ടു. തന്മയ, സത്യം പറയട്ടെ, ഋഷി എന്നോട് ചോദിക്കുന്നതിനും എത്രയോ മുൻപ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ കോളേജ് ഡേയ്സിൽ ഒരു ഫംഗ്ഷന് നീ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ നിന്റെ ഏട്ടനുമായി കൂടുതൽ അടുത്തത്. അന്ന് നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ നിനക്ക് മറ്റൊരു ആലോചന വന്നപ്പോൾ ഞാനത് ഉള്ളിൽ ഒതുക്കി. ആ പന്തലിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് നിന്റെ സുരക്ഷ മാത്രമായിരുന്നില്ല, മറിച്ച് എൻ്റെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു. തന്മയെ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. താൻ ഇത്രയും കാലം ഒരു അപരിചിതനായി കണ്ടിരുന്ന ഈ മനുഷ്യൻ തന്നെ എത്ര കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്നു. പക്ഷെ എന്തിനാണ് എന്നോട് ഇത്രയും കാലം ഇത് പറയാതിരുന്നത്? നിന്റെ മനസ്സ് പഴയ മുറിവുകളിൽ നിന്നും ഭേദമാകാൻ എനിക്ക് കാത്തിരിക്കണമായിരുന്നു. നിനക്ക് എന്നോട് സ്നേഹം തോന്നാതെ ഞാനൊന്നും അടിച്ചേൽപ്പിക്കില്ല. ആ നിമിഷം തന്മയെ തിരിച്ചറിഞ്ഞു. താൻ തേടി നടന്ന സ്നേഹം തൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന്. അവൾ മെല്ലെ കൈനീട്ടി ദേവിൻ്റെ വിരലുകളിൽ തൊട്ടു. ഇത്തവണ അവൾ കൈ പിൻവലിച്ചില്ല. ദേവ് ആ കൈകൾ മുറുകെ പിടിച്ചു. തങ്ങൾക്കിടയിലെ വലിയ മൗനം അലിഞ്ഞ് ഇല്ലാതെ ആകുന്നത് അവർ രണ്ടുപേരും അറിഞ്ഞു. അകലങ്ങൾ അവസാനിക്കുകയാണ്. പ്രണയം പെയ്തു തുടങ്ങുകയാണ്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ദേവും തന്മയും ചേർന്നൊരു ചെറിയ യാത്ര പ്ലാൻ ചെയ്തു. നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നും മാറി മലനിരകളുടെ പച്ചപ്പിലേക്കായിരുന്നു ആ യാത്ര. കാറിൽ പാട്ട് വെച്ച് തമാശകൾ പറഞ്ഞവർ പോകുമ്പോൾ തന്മയെ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ദേവിൻ്റെ സാമീപ്യം അവൾക്ക് നൽകുന്ന സുരക്ഷിതത്വം വാക്കുകൾക്ക് അതീതമായിരുന്നു. ദേവ്, നമ്മൾക്ക് എന്നും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലേ? കാറ്റിൽ പറക്കുന്ന മുടിയിഴകൾ ഒതുക്കി അവൾ ചോദിച്ചു. പിന്നെന്താ തന്മയ, നിനക്ക് സന്തോഷമാണെങ്കിൽ എനിക്കും സന്തോഷമാണ്. ദേവ് അവളുടെ കൈകളിലൊന്ന് അമർത്തി പിടിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം അവർ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്തൊരാൾ നിൽക്കുന്നു. അത് കണ്ടതും തന്മയുടെ കൈകൾ വിറച്ചു. ദേവിൻ്റെ മുഖം കടുത്തു. അത് നിതിനായിരുന്നു. തന്മയെ വിവാഹപ്പന്തലിൽ ഉപേക്ഷിച്ച് പോയാൽ അവനാകെ തകർന്നു നിൽക്കുകയാണ് അവിടെ. നിനക്കിവിടെ എന്താണ് കാര്യം? ദേവ് ഗർജിച്ചു. നിതിൻ ഓടി വന്ന തന്മയുടെ കാലിൽ വീണു. തന്മയ, എന്നോട് ക്ഷമിക്ക്. എനിക്ക് വലിയൊരു തെറ്റുപറ്റി. അവളെന്നെ ചതിച്ചു. എൻ്റെ പണമെല്ലാം തീർന്നപ്പോൾ അവളെന്നെ ഉപേക്ഷിച്ചു പോയി. എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല. ഋഷിയേട്ടൻ എന്നെ ആട്ടിപ്പായിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തന്മയ മരവിച്ച് നിന്നുപോയി. പഴയ മുറിവുകൾ വീണ്ടും നീറുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. എഴുന്നേറ്റ് പോടാ ഇവിടുന്ന്. ദേവ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വിവാഹ ദിവസം നീ കാണിച്ച ക്രൂരതയ്ക്ക് ഒരു മാപ്പുമില്ല. ഇപ്പോൾ ഇവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ തന്മയ. നിതിൻ കരഞ്ഞുകൊണ്ട് തന്മയെ നോക്കി. തന്മയ, നീ പറ, നമ്മൾ തമ്മിൽ എത്ര കാലത്ത് ഇഷ്ടമായിരുന്നു? ഒരു നിമിഷത്തെ ബുദ്ധിമോശത്തിന് ഇത്ര വലിയ ശിക്ഷ വേണോ? നിനക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. തന്മയെ പതുക്കെ തല ഉയർത്തി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടമല്ല, പകരം വല്ലാത്തൊരു ഉറപ്പായിരുന്നു. അവൾ ദേവിൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു. നിതിൻ, അന്ന് ആ പന്തൽ വെച്ച് നിങ്ങൾ പോയപ്പോൾ തകർന്നു പോയൊരു തന്മയുണ്ടായിരുന്നു. അന്ന് എന്നെ താങ്ങാൻ എൻ്റെ ഏട്ടൻ പോലും തളർന്നു പോയപ്പോൾ ഈ മനുഷ്യനാണ് എനിക്ക് കൈ തന്നത്. ഞാൻ ആരാണെന്നോ എനിക്ക് എന്ത് വേണമെന്നോ ചിന്തിക്കാതെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഭർത്താവ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കണ്ടത് വെറും സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ജീവിക്കുകയാണ്. തന്മയെ ദേവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇനി പടി കടന്നു വരരുത്, കാരണം ഞാനിപ്പോൾ ജീവിതം സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. നിതിൻ തോറ്റുപോയൊരു മനുഷ്യനെ പോലെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ പോയി കഴിഞ്ഞിട്ടും തന്മയെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേവ് അവളെ ചേർത്ത് പിടിച്ചു. സാരമില്ല തന്മയ, അവൻ കഴിഞ്ഞുപോയൊരു അധ്യായമാണ്. ഇനി ആരും നമുക്കിടയിൽ വരില്ല. അന്ന് രാത്രിയിൽ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവർ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. തന്മയമല്ലേ ദേവിൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോഴാണ് അവൾക്ക് ആ സമാധാനം പൂർണ്ണമായും ലഭിച്ചത്. തൻ്റെ ആയുസ് മുഴുവൻ ഈ മനുഷ്യൻ്റെ നിഴൽ കഴിഞ്ഞുകൂടാൻ അവൾ ആഗ്രഹിച്ചു.
ദേവ്, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൾ മന്ത്രിച്ചു. ദേവ് ഒന്നും മിണ്ടിയില്ല. പകരം അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. ആ മുറിയിൽ അപ്പോൾ പ്രണയത്തിന്റെ സുഗന്ധം നിറയുകയായിരുന്നു. അപ്രതീക്ഷിതമായി തുടങ്ങിയ ആ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. നിതിൻ പോയി കഴിഞ്ഞപ്പോഴാണ് വീട് ശാന്തമായത്. എന്നാൽ തന്മയുടെ ഉള്ളിലെ കടൽ ഇരമ്പുകയായിരുന്നു. അവൾ ജനാലയ്ക്ക് നിന്നും പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി. ദേവ് പതുക്കെ മുറിയിലേക്ക് കടന്നു വന്നു. അവൻ ലൈറ്റ് തെളിയിച്ചില്ല. നിലാവിന്റെ നേർത്ത വെളിച്ചം മുറിയിൽ പരക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവനെക്കുറിച്ചാണോ ആലോചിക്കുന്നത്? ദേവ് അവളുടെ തൊട്ടു പിന്നിൽ വന്നു നിന്ന് മൃദുവായി ചോദിച്ചു. തന്മയെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അല്ല ദേവ്, ഞാൻ ആലോചിച്ചത് നിങ്ങളെക്കുറിച്ചാണ്. എത്ര വലിയൊരു മനസ്സാണ് നിങ്ങളുടേത്. ഇത്രയും കാലം എൻ്റെ മൗനം സഹിച്ചിട്ടും ഞാൻ സ്നേഹിക്കാൻ വൈകിയിട്ടും നിങ്ങളെനിക്ക് കാവലായി നിന്നു. ഞാനത് അർഹിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ദേവ് ഒരു പുഞ്ചിരിയോടെ അവളുടെ മുഖം തൻ്റെ കൈകൾക്കുള്ളിലാക്കി. ആ സ്പർശനത്തിൽ ഒരു വലിയ ആശ്വാസം അവൾ അനുഭവിച്ചു. തന്മയ, സ്നേഹം അർഹത നോക്കി കൊടുക്കുന്ന ഒന്നല്ല, അതറിയാതെ സംഭവിക്കുന്നതാണ്. ആ പഴയ തന്മയെ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നെ വിശ്വസിക്കുന്ന, എൻ്റെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഈ നന്ദുവിനെ എനിക്ക് ജീവനാണ്. ദേവ് അവളുടെ മുടിയിഴകളിൽ പതുക്കെ ഒതുക്കി വെച്ചു. തന്മയ അവനെ തന്നെ നോക്കി നിന്നു. അപ്രതീക്ഷിതമായി തുടങ്ങിയ ഈ ബന്ധം ഇത്രയേറെ ആഴത്തിലുള്ളതാകുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ദേവ്, എനിക്ക് ഡാൻസ് ചെയ്യണം, നിങ്ങൾക്കായി മാത്രം, അവൾ മന്ത്രിച്ചു. അവൾ മുകളിലത്തെ ഹാളിലേക്ക് ഓടിക്കയറി. മ്യൂസിക് സിസ്റ്റത്തിൽ മെല്ലെ ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പ്ലേ ചെയ്തു. നിലാവെളിച്ചത്തിൽ അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. താളത്തിനനുസരിച്ച് അവളുടെ ഉടലഴകോടെ ചലിച്ചു. ദേവ് വാതിൽ ചാരി നിന്ന് ആ കാഴ്ച ആസ്വദിച്ചു. അവളുടെ ഓരോ മുദ്രയിലും അവനോടുള്ള പ്രണയമായിരുന്നു. നൃത്തം അവസാനിച്ചപ്പോൾ അവൾ കിതച്ചുകൊണ്ട് അവൻ്റെ അരികിൽ വന്നു നിന്നു. ദേവ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്നിലേക്ക് വലിച്ചു. നിന്റെ ചിലങ്കയുടെ ശബ്ദം എൻ്റെ ഹൃദയമിടിപ്പായി മാറിയിരിക്കുന്നു തന്മയ. അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൾ പതുക്കെ അവൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ചു. ആ നെഞ്ചെടുപ്പിൻ്റെ താളം അവൾക്ക് പരിചിതമായിരുന്നു. ദേവ് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. നമുക്കൊരു യാത്ര പോയാലോ? ആർക്കും ശല്യം ചെയ്യാൻ കഴിയാതെ ദൂരേക്ക്, നമുക്ക് മാത്രമായ ഒരു ലോകത്തേക്ക്? ദേവ് ചോദിച്ചു. തന്മ അവനെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ആ ലോകം ഇപ്പോൾ ഈ നിമിഷം എവിടെയുണ്ട് ദേവ്? മുറിയിലെ നിഴലുകൾ ഒന്നായി മാറി. വർഷങ്ങൾക്ക് മുൻപ് കണ്ട സ്വപ്നങ്ങളല്ല, മറിച്ച് യാഥാർത്ഥ്യമായ ഈ പ്രണയമാണ് വലുതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പ്രണയമെന്നാൽ വെറും വാക്കുകളല്ല, അതൊരാളെ അയാളുടെ എല്ലാ മുറിവുകളോടും കൂടി സ്വീകരിക്കുന്നതാണെന്ന് ദേവ് അവളെ പഠിപ്പിച്ചു. പുറത്ത് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഈ മഴ തണുപ്പല്ല, ഒരു മധുരമുള്ള സംഗീതമായിരുന്നു. അപ്രതീക്ഷിതമായി താലി ചാർത്തിയ ആ കൈകൾ ഇപ്പോൾ അവളുടെ ആത്മാവിനെ സ്പർശിച്ചിരിക്കുന്നു. മൗനം പ്രണയത്തിന് വഴിമാറിക്കൊടുത്ത ആ രാത്രിയിൽ അവർ പരസ്പരം തിരിച്ചറിഞ്ഞു. ഇനി മരണം വരെ അവർ ഒന്നാണെന്ന്. എഴുത്ത് കാർത്തിക.